ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കാച്ചിൽ പുഴുങ്ങാമെന്ന് വിചാരിച്ചിട്ടൊക്കെ. ഇത് കണ്ടോ, ഇത് എന്താ പർപ്പിൾ യാം അല്ലെങ്കിൽ കാച്ചിൽ എന്ന് പറയാം. ഓക്കെ, അത് ഞാനിന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചതാണ്. ഇത് ഒരു ഫുൾ ഇങ്ങനെ ഇരുന്നതാണ്. അത് ഞാൻ കട്ട് ചെയ്ത് ഇൻസൈഡ് ഇങ്ങനെ പർപ്പിൾ കളറിലേക്ക്. ഓക്കെ, പർപ്പിൾ യാം എന്നാണ് പറയുന്നത്. ഞാനതിങ്ങനെ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഓക്കെ, പിന്നെ ഒരു ചെറിയ മഴയൊക്കെ വരുന്നുണ്ട് ഇവിടെ. മഴയും തണുപ്പൊക്കെ ഇങ്ങനെ ആയിട്ടിരുമ്പോൾ നമുക്കൊരു കാച്ചിലും ഈ മുളക് ചമ്മന്തിയെ കൂട്ടി കഴിക്കുമ്പോൾ രസമുണ്ടല്ലേ. അതുകൊണ്ട് ഞാൻ എടുത്തതാ. ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാ. ഈ വറ്റൽ മുളകും കുറച്ച് ചെറിയ ഉള്ളിയും കറി ലീഫൊക്കെ ആയിട്ടൊരു ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഗ്രൈൻഡറിലോ അല്ലെങ്കിൽ കല്ലിലിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചതച്ചെടുക്കുക. എടുത്തിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും സാൾട്ടും ഒക്കെ ആവശ്യത്തിന് ഇട്ടിട്ട് നമുക്ക് ഒരു ചട്നി ഉണ്ടാക്കാം. അതിൻ്റെ ഇടയ്ക്ക് അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് പുളി ചേർക്കാം. ഓക്കെ, പുളി ശരിക്കും പറഞ്ഞാൽ ശരിക്കുള്ള പുളി ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് ഇതിൻ്റെ കൂടെ അരച്ചാൽ മതിയായിരുന്നു. പക്ഷെ എൻ്റെ കയ്യിൽ പുളി ഇല്ല. അതുകൊണ്ട് ഞാൻ ഈ പുളിയുടെ പേസ്റ്റ് ഉണ്ട് എൻ്റെ കയ്യിൽ, അതൊരിത്തിരി ഒഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. അത് ഞാൻ ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാം. ഓക്കെ, തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇതിന് പർപ്പിൾ യാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ഇന്ത്യൻ കടയിലൊക്കെ കിട്ടും, മലയാളി കടയിൽ ഇന്ത്യൻ കടയിലൊക്കെ കിട്ടും. ഇത് ഉണ്ട്, തൊലിയോടുകൂടി ഇങ്ങനെ ഇരിക്കും. തൊലി കളഞ്ഞിട്ട് നമ്മൾ തൊലിയൊക്കെ കുറച്ച് ചെത്തി കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. ഇതുപോലെ ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട്. ഞാൻ ബാക്കിയും കൂടെ കട്ട് ചെയ്തിട്ട് കാണിക്കല്ലോ. ഇത് ഞാൻ കുറച്ച് തൊലി കളഞ്ഞിട്ട് വെച്ചേക്കാം, നിങ്ങളെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇങ്ങനെ വെച്ചേക്കാം, ക്ലീൻ ചെയ്തൊക്കെ. ഇത് ഒരു പാത്രം വെച്ച് ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് വെള്ളം ഒന്ന് ചൂടായിട്ട് വരട്ടെ, ബോയിൽ ചെയ്തിട്ട് ഞാനൊന്ന് അടച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, നമ്മളിതിപ്പോൾ ബോയിൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇനി നമുക്കിത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് അതെടുത്ത് ഇങ്ങനെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇതിനകത്തോട്ട് ഇടണം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ എല്ലാം ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. ഓക്കെ, നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എല്ലാം ഇട്ട് ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വരുമ്പം ഒന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാനത് അടച്ചു വെച്ചേക്കുക. ഇനി ഇതൊന്ന് ബോയിൽ ചെയ്ത് വരുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഓക്കെ, ഇടയ്ക്ക് നോക്കണം, നമ്മളിങ്ങനെ വെച്ചിട്ട് പോവല്ലേ. ഇടയ്ക്ക് ഒരു നൈഫോ എന്തെങ്കിലും വെച്ചൊന്ന് കട്ട് ചെയ്ത് നോക്കണം, അതിങ്ങനെ വെന്ത് പോകുന്നുണ്ടെന്ന്. ഓക്കെ, യാം ഇട്ടിട്ട് പിന്നെ ഇപ്പോൾ വേണ്ടി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് ഇതിനകത്ത് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പം ഉപ്പൂട്ട് ഉണ്ടാകുമ്പോൾ ടേസ്റ്റ് വരും. ഓക്കെ, ഇപ്പം 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പം പിന്നെയും ഞാനിത് ഒന്നുകൂടി അടച്ച് വെച്ചിട്ട് നമുക്കിതിനെ വീണ്ടും വേവിച്ചെടുക്കണം. ഓക്കെ, ഇപ്പം 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ പറയാം എത്ര ടൈം കൊണ്ടത് വെന്ത് വന്നു. ഇത് ഞാൻ മുളകില്ലേ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചുട്ടെടുത്തു. ഓക്കെ, ഉണ്ടോ? അപ്പം ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആകും. ചുട്ട മുളകിന് ചുട്ടെടുത്ത ഒരു മണം വരുന്നുണ്ട്, ചുട്ട മണം നല്ലതായിരിക്കും. ഓക്കെ, അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. വറ്റൽ മുളക് എടുക്കുമ്പം ഇതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ചൂടാക്കി എടുക്കാം. ഓക്കെ, ഞാൻ ബാക്കിയും കൂടി എടുത്തിട്ട് നമുക്കിത് ഈ ഉള്ളി ഒന്ന് വഴറ്റിയിട്ട് നമുക്ക് അരയ്ക്കാം. ചട്നിക്ക് അരച്ചെടുക്കാം. കാച്ചിൽ അതവിടെ നിന്ന് വേവുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഞാൻ ചെറിയ ഉള്ളി ഞാൻ ചട്നിക്ക് എടുത്ത് വെച്ചില്ലേ, അത് ഞാനിങ്ങനെ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഓക്കെ, ഉണ്ടോ, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചു. പിന്നെ വറ്റൽമുളക് ഞാൻ ചെറുതായിട്ടൊന്ന് ചുട്ടെടുത്തു. പിന്നെ കറിവേപ്പില എടുത്ത് വെച്ചേക്കണം. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിൽ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കാം. വേണമെന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് വരെ ഇച്ചിരി വെളിച്ചെണ്ണയ്ക്ക് അകത്തിട്ടൊന്ന് വാട്ടും. ഓക്കെ, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കുറച്ച് പുളിയും നമ്മൾ കല്ലിട്ട് അരയ്ക്കുമ്പോൾ ഇച്ചിരി പുളിയും കൂടെ അതിനകത്ത് ചേർത്താൽ മതി. ഓക്കെ, ഇടയ്ക്ക് നമ്മൾ ഇത് നോക്കണം, വെന്ത് അങ്ങ് മാഷ് ചെയ്ത് പോവല്ലേ. കഷ്ണമായിട്ട് നമുക്ക് കിട്ടണം. യാമ് വെന്ത് മാഷ് ചെയ്ത് പോകാൻ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ മാഷ് ചെയ്ത് പോയാൽ കൊള്ളത്തില്ല. സ്ക്വയറായിട്ട് തന്നെ എന്നാലേ നമുക്ക് കഴിക്കാനൊരു സുഖമുണ്ടാവും. ഇതിപ്പോൾ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഞാനിങ്ങനെ ചെറുതായിട്ടൊന്ന് ഒരു കത്തിയോ എന്തെങ്കിലും വെച്ച് നിങ്ങൾക്ക് ഇങ്ങനെ നോക്കിയാൽ ഇങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് പോകുന്നുണ്ടല്ലോ. ദാറ്റ് മീൻസ് ഇത് വെന്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഞാനിപ്പോൾ ഇനി ഓഫ് ചെയ്തു. ഇത് എന്തെങ്കിലും ഒരു ഡ്രൈനറോ എന്തെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇത് വെള്ളം കളയാം. എന്നുവെച്ചാൽ ഹോട്ട് വാട്ടർ അല്ലേ, ഇങ്ങനെ
അതായിരിക്കും നല്ല. ഡ്രൈനിലോട്ട് ഒഴിച്ച് നമുക്കിതിനെ മാറ്റി വെള്ളവും ഇതും മാറ്റിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഒരു ഡ്രൈനറിലോട്ട് ഒഴിച്ചിട്ട് കഷ്ണമൊക്കെ മാറ്റിയെടുക്കാൻ പോകും. ഓക്കെ, ഇതിപ്പോൾ അവിടെ ഞാനിങ്ങനെ ഡ്രൈനറിലോട്ട് അതിനെ എടുത്തിട്ട് ഇപ്പം ഇനി അത് വെള്ളമെല്ലാം പോയി കഴിഞ്ഞാൽ നമുക്കതെടുത്ത് മാറ്റാം. ഓക്കെ, എന്നിട്ടൊരു പ്ലേറ്റിലോട്ടാക്കാം. അപ്പോൾ ഇതിന് ഞാൻ ചട്നി ഒന്ന് ചെറുതായിട്ട് വഴറ്റി ഉണ്ടാക്കാൻ പോവാം. ആ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇത്തിരി വെളിച്ചെണ്ണ കത്ത് ഇതില്ല ഉള്ളി മൂപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ ആ ഉള്ളിയും കറിയിലേക്ക് കൊണ്ട് ഞാൻ ഇട്ടിനകത്തോട്ട് ഇത് അങ്ങനെ ഒത്തിരി മാത്രമൊന്നും ഇല്ല കേട്ടോ. ചെറുതായിട്ട് ഉള്ളിയുടെ ഒരു പച്ചമണം മാറാൻ വേണ്ടി ഞാൻ ചെയ്യുന്നേ ഉള്ളൂ. എന്നെ ആ വറ്റൽമുളക് കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോകും. ഇപ്പം വറ്റൽമുളകിനകത്ത് നിറച്ച് സീഡുണ്ടെങ്കിൽ വേണം നിങ്ങൾ ഇതുപോലെ സീഡ് ഇങ്ങനെ കുറച്ചെടുക്കാൻ കളയാം. ഓക്കെ, കളഞ്ഞിട്ട് ഇട്ടാലും മതി. ആ ഒത്തിരി സീഡുണ്ടെങ്കിൽ ഇപ്പോൾ ഒത്തിരി സ്പൈസി ആയിട്ട് എരിക്കുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒത്തിരി അങ്ങനെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ആ സീഡ് അങ്ങോട്ട് കളയാം. കളഞ്ഞിട്ട് അതിൻ്റെ ആ തോടില്ല അത് യൂസ് ചെയ്താൽ കുറച്ച് എരിവിന് കുറച്ച് സീഡൊക്കെ ഉണ്ട്. ഓക്കെ, കുറച്ച് സീഡൊക്കെ ഞാൻ കളഞ്ഞു. ബാക്കിയുള്ളത് നോക്കിയിട്ട് ചെറുതായിട്ട് വാട്ടിയാൽ മതി. ഓൾറെഡി ഇപ്പം ഓക്കെ ഇത് ഇപ്പം ഓക്കെ ആയിട്ടുണ്ട്. ഞാൻ മിക്സ് ചെയ്യാൻ പോവാം. നമുക്കിത് ചതച്ചോ ഇനി നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ട് അരച്ചെടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലുണ്ടെങ്കിൽ ചതച്ചെടുക്കാം. ഞാൻ ആ കല്ലിട്ട് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കുറച്ച് പുളിയും കൂടെ ആഡ് ചെയ്യാം. ഞാനിതിങ്ങനെ വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പിട്ട് ഉള്ളി വാട്ടിയത് ഞാനിതിപ്പോൾ ആ കല്ലിട്ട് ഒന്ന് ഞാൻ ചതച്ചെടുക്കാൻ പോകും. എന്നില്ലേ പുളി എൻ്റെ കയ്യിൽ ശരിക്കുള്ള പുളി ഇല്ല, ടാമറിൻഡ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇത്തിരി പുളിയുടെ ആ എന്താ പറയുന്നത് ആ പേസ്റ്റ് ഒഴിച്ച് അതോടെ ഇട്ട് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പുളി ചേർക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ പുളി ചേർത്തിട്ട് അത് ഞാൻ ഒന്നുകൂടി ഇത് ചതച്ചെടുത്തു. ഓക്കെ, പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒത്തിരിയും കൂടെ പുളി ഞാൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാൻ പോവാം. പിന്നെ കുറച്ചുകൂടി പുളി ഉണ്ടെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ പുളിയും കുറച്ച് കോക്കനട്ട് ഓയിലും, അപ്പോൾ പുളി കോക്കനട്ട് ഓയിലും സാൾട്ട്. അത് നിങ്ങൾ അരയ്ക്കുമ്പോൾ നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ പുളി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ പുളി എടുത്ത് അരച്ചാൽ മതി. ഓക്കെ, അപ്പം പുളിനകത്തോട്ട് കുറച്ച് ആഡ് ചെയ്തു. ഇനി കുറച്ച് കോക്കനട്ട് ഓയിലും ഓക്കെ കുറച്ച് സാൾട്ടും വേണം. ഓക്കെ, ഇപ്പം ഞാൻ ആ പുളിയും ആ കോക്കനട്ട് ഓയിലും പിന്നെ അതിൻ്റെ സാൾട്ടൂടെ മിക്സ് ചെയ്തു. ഓക്കെ, അപ്പം അതൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച് നന്നായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ പുളിയൊക്കെ ഉണ്ടെങ്കിൽ പുളി നന്നായിട്ട് നിൽക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആട്ടോ. പുളിയും ഉപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ടെങ്കിൽ ഈ ചട്നിക്ക് നല്ല ടേസ്റ്റ്. ഓക്കെ, മുളക് ഉള്ളിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ കാച്ചിലൊക്കെ ഒരു സെർവിങ് ബൗളിലോട്ട് എടുത്ത് മാറ്റി നമുക്ക് കഴിച്ചു നോക്കാം. ഇതിപ്പോൾ ഞാനൊരു സെർവിങ് ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഈ കാച്ചിൽ പിന്നെ ചട്നിയും റെഡിയായി. ഇപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അത് നന്നായിട്ട് വെന്തൊക്കെ ഇരിക്കുന്നുണ്ട്. ഉള്ളൊക്കെ കണ്ടൂടെ. അപ്പം വെന്തിട്ടുണ്ട്. ഇനിയിപ്പം ഇതിങ്ങനെ എടുത്തിട്ട് ഈ ചട്നിയിലൊക്കെ കൂട്ടി ഇങ്ങനെ കുറച്ച് എന്താ പറയുക ബ്ലാക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി ബ്ലാക്ക് കോഫിയൊക്കെ ഒന്ന് സിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതുണ്ട്. ഇത് പർപ്പിൾ യാമ ഉണ്ടെന്നത് നല്ല ന്യൂട്രീഷ്യസ് ഫുഡാണെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഒത്തിരി കാൽസ്യവും പിന്നെ ഫൈബറൊക്കെ ഉള്ള ഫുഡാണ്. അപ്പോൾ ഈ ചട്നി ഉണ്ടാക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല കുറച്ച് പുളിയൊക്കെ ഇട്ടുണ്ടാക്കി. പുളിയും സാൾട്ടൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. മഴയൊക്കെ ഉള്ള സമയത്ത് ഇവിടെ ഞങ്ങൾക്ക് മഴ പെയ്യുന്നുണ്ട്. അപ്പോഴേ കഴിക്കാൻ പറ്റിയൊരു ഫുഡാണ് ഇത്. ചൂടൊരു ബ്ലാക്ക് കോഫിയും ഈ കാച്ചിൽ പുഴുങ്ങിയതും ഈ ചട്നിയൊക്കെ ആട്ടോ. ഓക്കെ, അപ്പം നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബൈ.